ഹായ്, നമ്മൾ +1 ഫിസിക്സിലെ വേവ്സിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. റെഡിയല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞു സ്മാർട്ടായിട്ടിരിക്കണം. വലിയ പ്രയാസമൊന്നും തന്നെ ഇല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ടെൻഷൻ പിടിപ്പിക്കുന്ന ഒരു ചാപ്റ്ററൊന്നുമല്ല. നമ്മളതിനെ പ്രയാസപ്പെടുത്തിയതാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ സമാധാനമായിട്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ വായിക്കൂ. സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ ഓക്സിജൻ ഗ്യാസ് അറ്റ് T Kelvin ഈസ് V m/s. ഓക്സിജൻ ഗ്യാസ് വഴി സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് V m/s ആണ്. ഇഫ് ദ ടെമ്പറേച്ചർ ബിക്കംസ് 2T, ടെമ്പറേച്ചർ 2T ആക്കിയാൽ ഓക്സിജൻ ഗ്യാസ് ഡിസോസിയേറ്റ് ഇൻറ്റു അറ്റോമിക് ഓക്സിജൻ. ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുമ്പോൾ ഓക്സിജൻ ഗ്യാസ് എന്തായിട്ട് മാറും? O2 എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് അറ്റോമിക് ഓക്സിജനായിട്ട് മാറും, O ആയിട്ട് മാറും. ഇനി സ്പീഡ് ഓഫ് സൗണ്ട്, പുതിയ സ്പീഡ് എത്ര? അപ്പോൾ ആദ്യം ഓക്സിജൻ മോളിക്യൂളിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് സൗണ്ട്, പിന്നെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓക്സിജൻ ആറ്റം വഴിയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോഴുള്ള സ്പീഡ് എത്രയെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതെന്ത് പ്രയാസമാണ്. ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചിരുന്നാൽ പോരെ. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു √Γ(RT)/m എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഫസ്റ്റ് കേസിൽ ഡയറ്റോമിക് ആണല്ലേ. ഓക്സിജൻ എന്ന് പറയുന്നത് ഡയറ്റോമിക് അല്ലേ? അപ്പോൾ ഡയറ്റോമിക്കിൻ്റെ ഗാമ വാല്യൂ എത്രയാണ്? 7/5 ആണ്. രണ്ടാമത് ഓക്സിജൻ ആറ്റമാണ്, അപ്പം മോണോ അറ്റോമിക് ആണ്. അപ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഗാമ വാല്യൂ എത്രയാണ്? 5/3 ആണ്. ഇത്രയും നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിനകത്ത് 6 കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ 6 കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഗാമയുടെ വാല്യൂ നമുക്കറിയാം. ഇനി വെലോസിറ്റിയുടെ ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് കേസിൽ വെലോസിറ്റി എങ്ങനെ കാണും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു, നിങ്ങൾ തന്നെ പറയണം കേട്ടോ, എന്താണ്? ഗാമയുടെ വാല്യൂ 7/5 എന്നാണ്. 7/5 6 TT തന്നെ. ഇനി ഡിവൈഡഡ് ബൈ എമ്മിൻ്റെ ആൻസർ എത്രയാണ്? M എന്നാണ്. ഓക്കെ, ഒരു പ്രശ്നമില്ല, ഓക്സിജൻ മോളിക്യൂളാണ്. ഇതിൻ്റെ രണ്ടാമത്തെ കേസിൽ വെലോസിറ്റി എങ്ങനെ കാണും? നിങ്ങൾ തന്നെ പറയുക, 5/3 RT എന്ന് പറയുന്നത് 2T ആയി. ഇനി M എങ്ങനെയാണ്? ഓക്സിജൻ ആറ്റമാണ്. ഓക്കെ, ആറ്റം ആകുമ്പോഴത്തേക്ക് മാസിൻ്റെ വാല്യൂ എത്ര വരും? M എന്നുള്ളത് നേരത്തെ 2 എണ്ണത്തിൻ്റെതായിരുന്നു. അപ്പോൾ ഇവിടെ M എന്ന് പറയുന്നത് ഓക്സിജൻ ആറ്റം അല്ലേ? അപ്പോൾ ഇവിടെ ആറ്റത്ത് ആകുമ്പോഴത്തേക്ക് നേരത്തെ M എന്നായിരുന്നെങ്കിൽ ഇവിടെ M/2 എന്നാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര വരും ഇവിടെ? ഈ 2 അങ്ങ് മണ്ടേ വരും. അപ്പോൾ ആൻസർ നമുക്ക് എഴുതാം 224 അല്ലേ? 20 RT/3M എന്നാണ്. ഓക്കെ, ഒരു പ്രയാസം എനിക്ക് ഇവിടെ ഇല്ല. ഇനി V2/V1 എന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. സീക്വൽ ടു നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, √20 RT/3M ഡിവൈഡഡ് ബൈ അടുത്തത്, അപ്പോൾ ഇൻറ്റു √5M ഡിവൈഡ് ബൈ എത്ര വരും? 5M/7 RT എന്നാണ്. അപ്പോൾ ഇതിനകത്ത് RT ക്യാൻസലായിപ്പോയി, M ക്യാൻസലായിപ്പോയി. ബാക്കി നമ്മൾ പറയാം, V2/V1 ഈസ് ഈക്വൽ ടു മേളിൽ 100 എന്നാണ്, ബാക്കി 21 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതാം. എന്താണ്? V2/V1 ഈസ് ഈക്വൽ ടു 10/√21 എന്നാണ്. അപ്പോൾ 10/√21 എന്നാണ്. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇവൻ എങ്ങോട്ട് ക്രോസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എത്ര വരും? V2 ഈസ് ഈക്വൽ ടു എത്ര വരും? 10/√21 ഇൻറ്റു V1 എന്നാണ്. ഓക്കെ, പേടിച്ചോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. V2ൻ്റെ ആൻസർ ഇതാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏത് ആൻസർ വരും പറയൂ? റിമെയിൻ സെയിം എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. 2V ആണ്, അല്ല. √2 × V ആണ്, അല്ല. നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസർ? നൺ ഓഫ് ദീസ് എന്നാണ്. പേടിച്ചോ ചെറുതായിട്ട്? ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചല്ലേ? പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല മക്കളെ. ഞാനൊന്നും കൂടെ ഫാസ്റ്റായിട്ട് പറഞ്ഞേക്കാം. നിങ്ങൾ നോക്കൂ, വെലോസിറ്റി ആണല്ലോ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഡയറ്റോമിക്കിൻ്റെ ഗാമ വാല്യൂ അറിയാം, മോണോ അറ്റോമിക്കിൻ്റെ ഗാമ വാല്യൂ അറിയാം. ആദ്യത്തെ ഇക്വേഷനിൽ M എന്ന് പറയുന്നത് ഞാൻ M എന്ന് തന്നെ ഇട്ടു. രണ്ടാമത്തെ ഇക്വേഷനിൽ എന്താണ് ചെയ്തത്? മാസ് ഒറ്റ ആറ്റേ ഉള്ളൂ. നേരത്തെ M എന്നെടുത്താൽ ഇവിടെ M/2 എന്ന് എടുക്കണം, ശരിയല്ലേ? ഇനി T എന്ന് പറയുന്ന ആദ്യത്തേൽ T, രണ്ടാമത്തേൽ 2T, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ
V2/V1 എന്ന് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് ഇവിടെ വയ്ക്കുമ്പോൾ നമുക്ക് V1 ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇതൊന്നുമല്ല. അപ്പോൾ V2 സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. 10/√21 V1 എന്നാണ്. ആൻസർ ഇല്ല. അപ്പോൾ നമ്മുടെ ഇവിടെ 10/√21 V1 എന്ന് പറയുന്നത് V ആണ്. അപ്പോൾ ആൻസർ അതായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ = 10/√21 V എന്നാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. അത് ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഇല്ല. അപ്പോൾ നൺ ഓഫ് ദീസ്. മനസ്സിലായോ? പേടിച്ചോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? 2 waves, നേരെ നോക്കുക. 2 waves are represented as y = a sin ωt minus kx, അടുത്ത a cos ωt minus kx are superimposed. ഇത് രണ്ടും സൂപ്പർ പൊസിഷൻ മിക്സായി. റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര? പേടിക്കരുതാരും. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഞാൻ എഴുതാം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 90 പ്ലസ് തീറ്റ എന്നാണ്. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ കോസ് തീറ്റ = പറഞ്ഞോളൂ. കോസ് തീറ്റ = സൈൻ 90 പ്ലസ് തീറ്റ എഴുതി. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇവിടെ നേരെ നോക്കുക. കോസ് ωt മൈനസ് kx എന്നാണ് അല്ലേ? അപ്പം അതിനെ മാറ്റി എങ്ങനെ എഴുതാം? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. സൈൻ ωt മൈനസ് kx പ്ലസ് 90 ഡിഗ്രി എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻസ് നോക്കുക. ആദ്യത്തെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? y = a കോസിന് പകരം അതെഴുതുക. സൈൻ ωt മൈനസ് kx പ്ലസ് 90 ഡിഗ്രി എന്നാണ്. ആദ്യത്തെ എന്തായിരുന്നു? y = a സൈൻ ωt മൈനസ് kx എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇത് രണ്ടും തമ്മിൽ എത്രയുടെ ഡിഫറൻസ് ഉണ്ടെന്ന് സൂക്ഷിച്ച് നോക്കിയേ. എത്രയുടെ ഉണ്ട്? 90യുടെ. അപ്പോൾ വാട്ട് ഈസ് ഡിഫറൻസ്? അപ്പോൾ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്, ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഇനി രണ്ട് വേവും കൂടെ മിക്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ആംപ്ലിറ്റ്യൂഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, കാണാതെ പഠിക്കണം. √a1² പ്ലസ് a2² പ്ലസ് 2a1 a2 cos തീറ്റ എന്നാണ്. പേടിക്കുകയൊന്നും ചെയ്യരുത്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് φ ആണെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. രണ്ട് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. നിങ്ങൾ കണ്ടോ? രണ്ട് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. അപ്പോൾ √a² പ്ലസ് a² പ്ലസ് 2a cos φ എത്രയാണ്? 90. cos 90 എത്രയാണ് മക്കളെ? 0. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ അങ്ങ് പോയി. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് = √2a² എന്ന് വരും. എന്ന് പറഞ്ഞാൽ a√2 എന്നല്ലേ? അപ്പോൾ a√2 എന്നുള്ള ആൻസർ ഇതാ കിടക്കുന്നു. കണ്ടോ? അടിപൊളിയല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? ഇതെന്ത് പ്രയാസമാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു ഇക്വേഷൻ പഠിക്കണം. ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √a1² പ്ലസ് a2² പ്ലസ് 2a1 a2 cos തീറ്റ ഓർ cos φ. അതാണ്. ഇവിടെ φ എത്രയെന്നാണ് നമ്മുടെ ഇക്വേഷനിൽ. രണ്ടാമത്തെ ഇക്വേഷനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തു. അത്രയോ. അത് ഇൻ ടേംസ് ഓഫ് കോസ് ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ എന്താണ്? 90 പ്ലസ് തീറ്റ പ്ലസ് 90 എന്നാണ്. അപ്പോൾ അതേ ഫോർമാറ്റ് വെച്ച് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതി. ഇനി ആദ്യത്തെ രണ്ടാമത്തെ ഇക്വേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്തു. രണ്ടാമത്തിൽ ഒരു 90 കൂടുതലുണ്ട്. അപ്പോൾ ഫൈയുടെ വാല്യൂ, ഫേസ് ഡിഫറൻസ് എത്ര? 90. ഓക്കെ, അപ്പോൾ ഇതിൽ ഫൈക്ക് പകരം 90 കൊടുക്കുക. a1ന് a2ന് പകരം a കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പ്രയാസം ഉണ്ടോ? അപ്പോൾ ഒത്തിരി ഒന്ന് പ്രയാസപ്പെടുത്തി തോന്നുന്നു അല്ലേ? പേടിക്കൊന്നും വേണ്ട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 330 m/s. സ്പീഡ് 330 ആണ്. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ടോൺസ് പ്രസൻറ്റ് ഇൻ ഓപ്പൺ ഓർഗൻ പൈപ്പ്. ഒരു ഓപ്പൺ ഓർഗൻ പൈപ്പാണ്. അതിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1000ന് ഈക്വലോ ലെസ്സോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ടോൺസ് ഉണ്ടായി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട. ഓപ്പൺ പൈപ്പ് അല്ലേ? ഓപ്പൺ പൈപ്പ് ആകുമ്പോഴത്തേക്ക് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? v/2l എന്നാണ്. നമുക്കറിയാമെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ v/2l നിങ്ങൾ തന്നെ പറഞ്ഞേ. വിയുടെ ആൻസർ എത്രയാണ്? വിയുടെ ആൻസർ 330 എന്നല്ലേ? /2 ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 1 എന്നല്ലേ? ഇത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 165 എന്ന് വരും ഹെഡ്സ്. കണ്ടോ? 165 ഹെഡ്സ് ആണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. അപ്പം നമ്മുടെ ഇവിടെ മാക്സിമം എത്ര വരെ വരും? 1000 വരെ വരാം. അപ്പോൾ എത്ര ടോൺസ്? അപ്പം നമ്പർ ഓഫ് ടോൺസ് അങ്ങനെ കണ്ടുപിടിക്കും.
165 എത്ര എണ്ണം ചേർന്നാൽ 1000 ആവുമെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 ഡിവൈഡഡ് ബൈ 165 എന്നാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സംതിങ് എന്ന് വരും, ഒരു ഡെസിമൽ ഡിജിറ്റ് വരും, അതിനകത്ത് 6 എന്നാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 6 പോയിൻറ്റ് സംതിങ് എന്നാണെങ്കിൽ നമ്മുടെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ വേണം എടുക്കാൻ കേട്ടോ, ശേഷമുള്ളത് എടുത്തുള്ളായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 6 പോയിൻറ്റ് സംതിങ് എന്നായിരിക്കും വരുന്നത്. അപ്പോൾ 6 പോയിൻറ്റ് സംതിങ് എന്ന് വരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ എടുക്കുന്നു 6. പ്രയാസപ്പെട്ടോ? അപ്പോൾ നമ്മൾ എന്താണ് തന്നിരിക്കുന്നത്? ഓപ്പൺ പൈപ്പ് അല്ലേ? ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണ് എല്ലാവർക്കും അറിഞ്ഞൂടെ? അത് കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഇവിടെ 1000 വരെ ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? അപ്പോൾ നമ്മൾ നോക്കി എത്രയാണ് ഇത് 1000 ഡിവൈഡഡ് ബൈ 165. നല്ല എളുപ്പമില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ ട്യൂണിംഗ് ഫോർക്ക് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് റെസണൻസ് ഇൻ എ ഗ്ലാസ് ട്യൂബ്. ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് ഒരു ഗ്ലാസ് ട്യൂബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഓപ്പൺ ട്യൂബാണ്. അതിനകത്ത് റെസണൻസ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു. ലെങ്ത് ഓഫ് എയർ കോളം ഇൻ ദിസ് ട്യൂബ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ എ പിസ്റ്റൺ. ഒരു പിസ്റ്റൺ വെച്ചിട്ട് ലെങ്ത് ഓഫ് എയർ കോളം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി അറ്റ് റൂം ടെമ്പറേച്ചർ 27 2 സക്സസീവ് റെസണൻസ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് 20 സെൻറ്റിമീറ്റർ ആൻഡ് 73 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിച്ച 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ 2 ലെങ്തിൽ റെസണൻസ് ഉണ്ടായി. ഓക്കെ, ഇത്രയും മനസ്സിലായി. ഇനി ആ ലെങ്തുകൾ എത്രയൊക്കെയാണ്? 20 ആണ്, ഒരെണ്ണം 73 ആണ്. ഇനി ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഫോർക്ക് ഈസ് 320, ഫ്രീക്വൻസി ഓഫ് ദ ഫോർക്ക് 320 ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് എത്ര ആ ടെമ്പറേച്ചറിലുള്ള? അപ്പോൾ ഇതെന്ത് പ്രയാസമാണ്? ഓപ്പൺ ട്യൂബാണ്. ഓപ്പൺ ട്യൂബാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ട്യൂബാണ്. ഓക്കെ, ഓപ്പൺ ട്യൂബാണെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി ആണുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, V/2L ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ ഫ്രീക്വൻസി രണ്ടും ഒരേ ട്യൂണിംഗ് ഫോർക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം ന്യൂ ഈസ് ഈക്വൽ ടു വി മാറ്റമില്ല ബൈ 2L1 എന്നാണ്. പ്രയാസമുണ്ടോ? രണ്ടാമത്തെ കേസിൽ ഫ്രീക്വൻസിക്ക് മാറ്റമില്ല, ന്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? V/2L2 എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഇനി നമുക്ക് ഇവിടെ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് V കിട്ടൂലേ? V ഈസ് ഈക്വൽ ടു 2L1 ന്യൂ എന്ന് കിട്ടും. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ V കിട്ടും. V എന്ന് പറഞ്ഞാൽ 2L2 ന്യൂ എന്നാണ് അല്ലേ? ഇനി നമുക്കിവിടെ വേണ്ടത് V ആണ് കാണേണ്ടത്, ആക്ച്വൽ V കാണാൻ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്നു 2L2 ന്യൂ മൈനസ് 2L1 ന്യൂ. ഓക്കെ, അപ്പോൾ V കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാണ്. 2 ന്യൂ ഇനി വെളിയിലെടുത്തു, ബാക്കി L2 മൈനസ് L1 എന്നാണ്. ഓക്കെ, ഇതിൽ വാല്യൂ ഇടുക മക്കളെ. അപ്പോൾ 2 ഇൻറ്റു ന്യൂവിൻ്റെ ആൻസർ എത്ര? 320. L2 മൈനസ് L1, L2 എത്രയാടാ? 73 മൈനസ് 20. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 320 ഇൻറ്റു 53 എന്നാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആൻസർ വരുന്നത് ഒരു 339 എന്നൊക്കെ വരും അപ്രോക്സ്. അപ്പോൾ 339 എന്ന് വരും ഇത് ആൻസർ. എളുപ്പമില്ലേ? അപ്പോൾ ഇതിനകത്ത് ടെൻഷൻ പിടിക്കാനൊന്നുമില്ല. ഓപ്പൺ ട്യൂബാണെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. അത് വെച്ചിട്ട് രണ്ട് കേസിലും 2 റെസണൻസ് ഉണ്ടാക്കാനും ഒരേ ഫോർക്കാണ്. അപ്പോൾ ന്യൂ മാറ്റമില്ല. അപ്പം ന്യൂ നമ്മൾ ചിന്തിക്കുന്നു ന്യൂ 1 എന്ന് ചിന്തിക്കുന്നു, എന്നിട്ട് ന്യൂ എന്ന് എഴുതുന്നു. ഈക്വൽ ടു V/2L1. അടുത്തത് V/2L2. ഓക്കെ, ഇനി നമ്മൾ V ക്രോസ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് 2L1 ന്യൂ എന്ന് കിട്ടും. അടുത്തതിൽ 2L2 ന്യൂ എന്ന് കിട്ടും. ഇനി ഒറിജിനൽ V കാണാൻ വലുതിൽ നിന്ന് ചേർന്നങ്ങ് മൈനസ് ചെയ്യുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക. പ്രയാസപ്പെട്ടോ? അപ്പോൾ വെലോസിറ്റി കാണാനുള്ള ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാം. എന്താണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ ഓപ്പൺ ഓർഗൻ പൈപ്പ് ഈസ് ഈക്വൽ ടു 3rd ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് എന്നാണ്. ഓക്കെ, പേടിച്ചോ നിങ്ങൾ? ഒന്നും പേടിക്കാനില്ല. ഇനി അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഓപ്പൺ പൈപ്പും ഉണ്ട്, ഒരു ക്ലോസ്ഡ് പൈപ്പും ഉണ്ട്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ ഓർഗൻ പൈപ്പ് എത്രയാണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ ഓർഗൻ പൈപ്പ്, ഓപ്പൺ ഓർഗൻ പൈപ്പ് എത്രയാണ്? V/2L ആണ്. ഓക്കെ, അത് ഈക്വൽ ടു ആണ് എന്തോന്ന്? 3rd ഹാർമോണിക് ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയാണ്? 3rd ഇതിലുള്ള ക്ലോസ്ഡ് പൈപ്പാണ്, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്. 3rd ഹാർമോണിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ
ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമുക്കറിയാം ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ V/4L ആണ്. അപ്പോൾ V/4L എന്നാണ്, V/4L എന്നാണ്. അപ്പോൾ അതിൻ്റെ തേർഡ് ഹാർമോണിക് അപ്പോൾ 3V/4L എന്നാണ്. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇവിടെ ആദ്യത്തെ ലെങ്ത് L1 എന്നാണ്, രണ്ടാമത്തെ ലെങ്ത് L2 ആണ്. ഓക്കെ, ഈ രണ്ട് ഫ്രീക്വൻസികൾ ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും സെയിം. ഓക്കെ, ഇനി നമുക്കൊന്ന് റെഡിയാക്കാം. V ക്യാൻസലായി, 2 ക്യാൻസലായി. അപ്പോൾ ബാക്കി ഞാൻ പറയാം. 1/L1 ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ, 1/L1 ഈസ് ഈക്വൽ ടു 3/2L2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. പേടിച്ചോ? ഇനി ലെങ്ത് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് 20 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് 20 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1/L1 ഈസ് ഈക്വൽ ടു എന്താണ്? 3/2 × 20 എത്ര? 40. ഓക്കെ, അപ്പോൾ 3L1 ഈസ് ഈക്വൽ ടു 40. അപ്പോൾ L1 ഈസ് ഈക്വൽ ടു 40/3. അപ്പോൾ 13.33 എന്നൊക്കെ വരും. അപ്പോൾ വെരി ക്ലോസ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതെന്ത് പ്രയാസമാണ്, ഇത് ചവർ ക്വസ്റ്റ്യനല്ലേ? പേടിക്കാൻ വേണ്ടി എന്തായിരിക്കുന്നത്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ ഓപ്പൺ ഓർഗൻ പൈപ്പ്. ഓപ്പൺ ഓർഗൻ പൈപ്പിലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ആൻസർ അറിയാമല്ലോ, അറിയാം. ഇനി ക്ലോസ്ഡ് പൈപ്പിലെ ഫണ്ടമെൻ്റൽ അറിയാമല്ലോ, അറിയാം. തേർഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ അതിന് 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇത് രണ്ട് ആൻസറുകളും ഈക്വലാണ്. ആദ്യത്തെ ലെങ്ത് L1 എന്ന് എടുക്കുക, രണ്ടാമത്തെ L2 എന്ന് എടുക്കുക. പേടിക്കാൻ വേണ്ടിയില്ല, വെട്ടാനുള്ള വെട്ടി. ഇനി L2ൻ്റെ ആൻസർ അവർ ഗിവൺ ആണ്, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കി നമ്മൾ ക്രോസ് ചെയ്ത് കണ്ടുപിടിച്ചു. എന്താണ്? നല്ല എളുപ്പമല്ലേ? അടിപൊളി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ മക്കളെ. എന്താണ്? ഇൻ ഗിറ്റാർ നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ NCERT ന്യൂമറിക്കൽസിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വലിയ പ്രയാസമൊന്നും വരത്തില്ല. ഇൻ ഗിറ്റാർ 2 strings A and B made of same material are slightly out of tune and produce beats of frequency 6 Hz. The tension of B is reduced. Okay, beat frequency increases to 7. If the frequency of A is 530, the original frequency of B is എത്ര എന്നാണ്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാ. നമ്മുടെ കയ്യിൽ 2 സ്ട്രിങ്ങുകളുണ്ട്. അതിൻ്റെ എന്താണ് തന്നിരിക്കുന്നത്? ഫ്രീക്വൻസി എയും ഫ്രീക്വൻസി ബിയും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലാണ് എന്ത് കിട്ടുക? ബീറ്റ് കിട്ടുന്നത് അല്ലേ? ബീറ്റിൻ്റെ എണ്ണം കിട്ടി, 6 എന്ന് കിട്ടി. അപ്പോൾ 6 ആണ് ആൻസർ. ഇനി എന്താ വേണ്ടത്? ഫ്രീക്വൻസി ഓഫ് എ എത്രയാ? എയുടെ ആൻസർ 530 എന്നാണ്. അപ്പോൾ 530 ആണ് ഇത് എങ്കിൽ ഇത് എത്ര വരാം? ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. അപ്പോൾ ന്യൂ ബി എന്ന് പറയുന്നത് എത്ര വരാം? 6ൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ 536ഉം വരാം, ഓർ 524ഉം വരാം. നമ്മളിത് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതാ, ബിയുടെ ടെൻഷൻ റെഡ്യൂസ് ചെയ്തു. ടെൻഷൻ കുറച്ചാൽ നമുക്കറിയാം എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. അപ്പോൾ ടെൻഷൻ കുറയുമ്പോൾ ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഈ ഫ്രീക്വൻസി കുറയും. ഓക്കെ, ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഈ സാധനം കുറയും, അല്ലെങ്കിൽ ഈ സാധനം കുറയുമ്പോൾ ആൻസർ 7 വരണം. മനസ്സിലായില്ലേ? ഇപ്പോൾ 536 കുറയുന്നു എന്ന് വിചാരിച്ചാൽ എത്രയെങ്കിലും ആയി. 536 കുറഞ്ഞ് എത്രയെങ്കിലും ആയി. അതും 530 തമ്മിലുള്ള ഡിഫറൻസ് 7 വരുമോ? നിങ്ങൾ തന്നെ പറ. 536 1 കുറഞ്ഞെന്ന് വെച്ചോ, 535 ആയില്ലേ? 535ഉം 530 തമ്മിലുള്ള ഡിഫറൻസ് 5 അല്ലേ വരൂ, 7 വരില്ല. ഇനി 524 കുറഞ്ഞെന്ന് വെച്ചോ, 523 ആയി. 523ഉം 530 തമ്മിലുള്ള ഡിഫറൻസ് 7 വരില്ലേ? അപ്പോൾ ഷുവർ ആൻസർ ഏതാണ്? 524 ആണ്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളിവിടെ നേരെ നോക്കുക, ഒരു ഗുണവുമില്ല. ഇതാ, 2 തമ്മിലുള്ള ഡിഫറൻസ്, ഫ്രീക്വൻസി ഡിഫറൻസ് 6 ആണ്. അതാണ് ബീറ്റിൻ്റെ ഫ്രീക്വൻസി. ആദ്യത്തത് 530 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തത് 536 ആവാം, 524 ആവാം. ഇനി കൺഫർമേഷന് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീക്വൻസി രണ്ടാമത്തെ സ്ട്രിങ് എന്ത് ചെയ്തു? ടെൻഷൻ കുറച്ചു. അപ്പോൾ ഫ്രീക്വൻസി കുറയും. അപ്പോൾ 536 ആണെങ്കിൽ അത് കുറയും, 524 ആണെങ്കിൽ അത് കുറയും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അങ്ങനെ കുറയുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ആൻസർ 6 അല്ല 7 എന്നാണ് ക്വസ്റ്റിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് കുറഞ്ഞൊരു 535 ആയെന്ന് വെച്ചോ. ഓക്കെ, 535 ആയാൽ ഇതുമായിട്ടുള്ള ഡിഫറൻസ് എത്ര വരും? 5ൻ്റെ ഡിഫറൻസ് അല്ലേ വരൂ. ഇനി ഇതൊന്ന് കുറഞ്ഞെന്ന് വെച്ചോളൂ. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ 523 ആയി. അപ്പോൾ 523 ആയാൽ 530 ആയിട്ടുള്ള ഡിഫറൻസ് 7 വരില്ലേ? അപ്പോൾ ആൻസർ ഏതാ വരിക? സ്ലൈറ്റ്ലി റെഡ്യൂസ്ഡ് എന്നേ പറയുന്നുള്ളൂ. ഒരുപാട് റെഡ്യൂസ് ചെയ്താൽ പറ്റും,
സ്ലൈറ്റ്ലി റെഡ്യൂസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ വാല്യൂ റെഡ്യൂസ് ചെയ്ത് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ 524 സ്ലൈറ്റായിട്ട് റെഡ്യൂസ് ചെയ്ത് 524 എന്നുള്ളത് 523 ആയി. 523 513 തമ്മിലുള്ള ഡിഫറൻസ് 7 അല്ലേ? അപ്പോൾ ആൻസർ അതാ കിട്ടിക്കഴിഞ്ഞു, 524 ആണ്. ഏതാ ആൻസർ? ഓപ്ഷൻ, നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി, ഓപ്ഷൻ ബി ആണ്. പ്രയാസപ്പെട്ടോ? അടിപൊളിയല്ലേ? ഇത് നമ്മൾ NCERT-യിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റനാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. എന്താണ്? ടു ഹിയർ ഡിസ്റ്റിങ്ക്ട് ബീറ്റ്സ് ദ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസ് ഓഫ് ദ ടു സോഴ്സ് ഷുഡ് ബി ലെസ് ദാൻ 10. എന്താണ്? നമ്മുടെ പേഴ്സിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി ഒക്കെ നമുക്കറിയാം. എന്താണ്? ഒരു സൗണ്ട് നമ്മുടെ 1/10 ഓഫ് സെക്കൻഡ് നമ്മുടെ ചെവിയിൽ നിൽക്കും. അപ്പോൾ തിരിച്ചറിയണമെങ്കിൽ ആ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വരാൻ. 1/10 സെക്കൻഡിനേക്കാളും കൂടിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ടു ഹിയർ ഡിസ്റ്റിങ്ക്ട് ബീറ്റ്സ് ദ ഡിഫറൻസ് ഇൻ ടു ഷുഡ് ബി ലെസ് ദാൻ 10. കറക്റ്റാണ്. ഇനി മോർ നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ് മോർ ഡിഫിക്കൽട്ട് ടു ഹിയർ ദം. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൂടുതലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മോർ നമ്പർ ഓഫ് ബീറ്റ്സ്, കൂടുതൽ ബീറ്റ്സ് ഉണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ടു ഹിയർ ദം. ഒരു ചടപട വരും. ചടപട വന്നാൽ 1/10 സെക്കൻഡ് ആവുന്നതിന് മുമ്പ് തന്നെ അടുത്ത സൗണ്ട് കയറി വരും, ചെവി കേൾക്കില്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ ചെവിയിലൊരു സൗണ്ട് എത്ര സമയം നിൽക്കും? 1/10 സെക്കൻഡ് നിൽക്കില്ലേ? അത് നിങ്ങൾക്കറിയാം. ഇനി എന്താ പറഞ്ഞത് ഞാൻ? പിന്നെ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കേസ്, മോർ നമ്പർ ഓഫ് ബീറ്റ്സ് കൂടുതലെന്ന് പറഞ്ഞാൽ പടപട സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് 1/10 സെക്കൻഡ് ആവുന്നതിന് മുമ്പ് അടുത്ത സാധനം വരും, എന്നാൽ കേൾക്കില്ല. അപ്പോൾ അസർഷൻ കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ എന്താണ് ആൻസർ? അസർഷൻ കറക്റ്റാണ്, റീസൺ കറക്റ്റാണ്. റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ആൻസർ ഏതാ മക്കളെ? ഇതാ ആൻസർ ഇതാണ്. ഓക്കെ, എ ആണ് എൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എളുപ്പമല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബീറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ്. ബീറ്റ്സ് എന്തിന് എക്സാമ്പിളാണ്? SHM ആണോ? Interference of two or more waves having same amplitude, slightly different frequencies in the same direction. അത് നമ്മുടെ ആൻസർ ഇതാ കിട്ടി. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഇപ്പോൾ എപ്പോഴാണ് ബീറ്റ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒരേ ആംപ്ലിറ്റ്യൂഡുള്ള രണ്ട് വേവ്സ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഉള്ളത് ഒരേ ഡയറക്ഷനിൽ പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതാണ് ബീറ്റ്. നമ്മൾ പഠിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? എ കാർ സൗണ്ടിങ് ഇറ്റ്സ് എ ഹോൺ അറ്റ് 480 ഹെഡ്സ്. ഒരു കാറ് 480 ഹെഡ്സിൽ ഹോൺ അടിക്കുന്നു. ഓക്കെ, ഇറ്റ് മൂവ്സ് ടുവേഴ്സ് ഹൈ വാൾ വിത്ത് എ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഒരു വാളിൻ്റെ അടുത്തേക്ക് കാറ് ഓടിച്ചു ചെല്ലുകയാണ്. എത്ര സ്പീഡിലാണ് ഓടിക്കുന്നത്? 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്ത് സംഭവിക്കും? ഈ ഹോണിൻ്റെ സൗണ്ട് വാളിൽ പോയി ഇടിച്ചിട്ട് തിരിച്ചു വരുമല്ലോ. ഓക്കെ, തിരിച്ചു വരും. ഇഫ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് 340, ഇഫ് ദ സൗണ്ടിൻ്റെ സ്പീഡ് 340 ആണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് റിഫ്ലക്റ്റഡ് സൗണ്ട് ഈസ്, റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്ര? അപ്പം നമുക്ക് രണ്ട് സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തേൽ സോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് കാറാണ്, ലിസണറായിട്ട് വർക്ക് ചെയ്യുന്നത് വോളാണ്. ഓക്കെ, രണ്ടാമത്തേൽ ആ വോളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന സൗണ്ട്. അപ്പോൾ വോളാണ് സോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്, കാറ് അത് കേൾക്കുന്നു. ഓക്കെ, ആ കേൾക്കുന്ന ഫ്രീക്വൻസി എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് വരയ്ക്കാം. നമ്മളെപ്പോഴും വരയ്ക്കുമ്പോൾ സോഴ്സ് ലെഫ്റ്റിലും ലിസണർ റൈറ്റിലുമാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് സോഴ്സ്, ഫസ്റ്റ് കേസിൽ സോഴ്സ്, ലിസണർ ആരാണെന്ന് നമുക്ക് എഴുതാം. ഫസ്റ്റ് കേസിൽ സോഴ്സായിട്ടുള്ളത് കാറാണ്, ലിസണറായിട്ടുള്ളത് വോളാണ്. മനസ്സിലായല്ലോ? ഇനി സൗണ്ടിൻ്റെ വെലോസിറ്റി ഓഫ് സൗണ്ട് എത്രയാണ്? 340 ആണെന്ന് പറയുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. കാറ് മൂവ് ചെയ്യാണ്. ഓക്കെ, കാറ് വോളിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ കാർ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് കാറ് പോസിറ്റീവാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് സോഴ്സ് പോസിറ്റീവാണ്. എത്ര? 20. ഓക്കെ, വോൾ അവിടെ റെസ്റ്റിലാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലിസണർ എത്ര? 0 ഇത്ര മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, ഇനി ആ വോള് ജീവനുള്ളൊരു ജീവിയാണെങ്കിൽ അതിന് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസി, അപ്പാരൻ്റ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു V മൈനസ് VL ബൈ V മൈനസ് VS എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കാം. ന്യൂവിൻ്റെ ആൻസർ എത്രയാണ്? ന്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 480.
അപ്പോൾ 480 ഇൻറ്റു വിയുടെ ആൻസർ 340 മൈനസ് വി എല്ലിൻ്റെ ആൻസർ 0 ബൈ 340 മൈനസ് വി എസിൻ്റെ ആൻസർ എത്ര 20. ഓക്കെ, പേടിച്ചൊന്നുമില്ല നമ്മൾ. അപ്പോൾ അതാ 480 ഇൻറ്റു 340 ഡിവൈഡ് ബൈ 320. ഒരു പേടിയില്ല. ഇത് ആര് കേട്ടതാണ്? വോള് കേട്ടതാണ്. വോളിന് ഇപ്പോൾ ജീവൻ വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വോള് കേട്ടതാണ്. ഇനി വോൾ എന്ത് ചെയ്യും? ഈ സൗണ്ടിനെ തിരിച്ചടിക്കും. ഇതാണ് ആ തിരിച്ചടിക്കുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, ഇതിന് ആര് കേൾക്കും? കാറുകാരൻ കേൾക്കും. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ കേസിൽ സോഴ്സ് ആരാണ്, ലിസണർ ആരാണെന്ന് നിങ്ങൾ പറയുക. സോഴ്സും ലിസണറും പറ. സോഴ്സ് ആരാ? വോളാണ്. ലിസണർ ആരാ? കാറാണ്. അല്ലേ? കാറാണ്. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ പറയുക, കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വോളിൻ്റെ അടുത്തേക്ക്. അപ്പോൾ കാർ ഇങ്ങോട്ട് ഓടണം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് കാർ ലിസണർ നെഗറ്റീവായിട്ട് എടുക്കണം. എത്രയത്? 20 എന്നല്ലേ? ഇനി വോൾ റെസ്റ്റിലല്ലേടാ. അപ്പോൾ വെലോസിറ്റി ഓഫ് വോൾ ഇവിടെ സോഴ്സാണ്, 0 ആണ്. ഇനി നമുക്ക് അപ്പാരൻ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പാരൻ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് എന്നാണ്. ഇനി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇതിനെ ഒന്ന് മാറ്റി പിടിക്കാം. ഇതിനെ ന്യൂ ഡബിൾ ഡാഷ് എന്ന് വിളിക്കാം. ന്യൂ എന്ന് പറയുന്നത് ഡ്യൂ ഡാഷുമാണ്. ഇനി ഇതിന് വാല്യൂ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ആൻസർ ഇതാ കിട്ടി. ന്യൂ ഡാഷിൻ്റെ ആൻസർ എത്രയാണ്? ന്യൂ ഡാഷിൻ്റെ ആൻസർ അല്ലേ ഇതായിരിക്കുന്നത്. അതിനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്? 480 ഇൻറ്റു 340 ഡിവൈഡഡ് ബൈ 320. ഓക്കെ, ഇൻറ്റു ഇനി ബ്രാക്കറ്റിൻ്റെ അകത്ത് വി എത്രയാ? 340 മൈനസ് വി എൽ എത്രയാ? -20 ഡിവൈഡഡ് ബൈ വി എത്രയാ? 340 മൈനസ് വി എസ് എത്രയാ? വി എസ് 0 ആണ്. ഓക്കെ, 0. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് പ്രയാസപ്പെടുന്ന ഒരു കാൽക്കുലേഷൻ ഒന്നുമല്ല. ഞാൻ ഒന്നും കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയേക്കാം. അപ്പോൾ 480 ഇൻറ്റു 340 ഡിവൈഡ് ബൈ 320 ഇൻറ്റു 360 ഓക്കെ ബൈ 340. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്തെടുക്കാം മക്കളെ. അപ്പോൾ ചെയ്തെടുക്കാം. ഇത് 10 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. പറഞ്ഞോളൂ. ഇനി 8 വെച്ച് വെട്ടട്ടെ. 8 വെച്ച് വെട്ടാം. എത്ര വരും? നമുക്ക് 4 ഇവിടെ 660 അല്ലേ? അപ്പോൾ ഇനി ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ബാക്കി ഇനി സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ? അപ്പോൾ നിങ്ങൾ ആൻസർ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇത് വെട്ടാം 9. ഓക്കെ, 540 എന്ന് വരും. 540. അപ്പോൾ അത് ആൻസർ കിട്ടി. അപ്പോൾ ഇത് പേടിക്കരുത്. ഈ ക്വസ്റ്റ്യൻ ഒന്നും കിട്ടിയാൽ പേടിക്കരുത്. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ ബാറ്റ് ഒരു കേവിൻ്റെ അകത്തൂടെ പോകുന്നു എന്നും പറഞ്ഞ് നമ്മൾ NCERT ന്യൂമറിക്കൽ ചെയ്തതാണ്. അതേ മോഡലാണ്. അപ്പോൾ ഇവിടെ എന്താണ്? കാറ് ഹോൺ അടിക്കുന്നു, വോളിൽ പോയി ഇടിക്കുന്നു. അപ്പോൾ വോള് കേൾക്കുന്ന ഫ്രീക്വൻസി നിങ്ങളും കണ്ടുപിടിക്കണം. ഇനി അടുത്തത് ആ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചടിക്കുന്നു. അപ്പോൾ വോളാണ് അവിടുത്തെ സോഴ്സ്. ആരാണ് ലിസണർ? കാറാണ് ലിസണർ. അപ്പോൾ അതനുസരിച്ച് പടം വരയ്ക്കണം. എന്നിട്ട് കാറ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? വോളിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ അതനുസരിച്ച് ആ പിക്ചറിൽ വരയ്ക്കുക. അപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള പിടി കിട്ടും. ഇനി വാല്യൂ ഇടുക. പ്രയാസമുണ്ടോ? എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. എന്താണ്? 2 cars മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഓടിക്കോട്ടെ, നമുക്കെന്ത് വേണം? അതിൻ്റെ അപ്രോച്ച് ഈച്ച് അതർ വിത്ത് സ്പീഡ് 22 meter per second, 16.5 meter per second. The driver of first car blows horn having a frequency 400 Hz. The frequency heard by the driver of the second car. This is a simple question. അപ്പോൾ ആദ്യത്തെ കാറ് സോഴ്സും രണ്ടാമത്തെ കാറ് ലിസണറും. അത്രയേ ഉള്ളൂ. അപ്പോൾ കാർ 1 എന്ന് പറയുന്നത് സോഴ്സ്, പിന്നെ കാർ 2 എന്ന് പറയുന്നത് ലിസണർ. ഓക്കെ ആയിട്ട് വിചാരിക്കുക. ഇനി ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി കാറ് എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്? വെലോസിറ്റി ഓഫ് ഇത് രണ്ടും ഇവ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അപ്രോച്ച് ഈച്ച് അതർ എന്നല്ലേ? അപ്പോൾ സോഴ്സ് മൂവ് ചെയ്യുന്ന റൈറ്റിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി പോസിറ്റീവാണ്. അപ്പോൾ എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്? 22. ലിസണറായിട്ടുള്ളവൻ ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലിസണർ എത്ര? നെഗറ്റീവായിട്ട് എടുക്കണം, 16.5. ഓക്കെ, ഇനി എത്ര ഫ്രീക്വൻസിയിലാണ് ഹോൺ അടിക്കുന്നത്? 400. ഓക്കെ, ഇനി ഫ്രീക്വൻസി ഫെൽറ്റ് എത്ര എന്നാണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് 340 എന്നവർ പറയുന്നുണ്ട്.
അപ്പോൾ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? അപ്പാരൻ്റ് ഫ്രീക്വൻസി ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ന്യൂവിൻ്റെ ആൻസർ 400 ഇൻറ്റു 340 മൈനസ് വി എല്ലിൻ്റെ ആൻസർ -16.5 ഡിവൈഡ് ബൈ 340 മൈനസ് വി എസിൻ്റെ ആൻസർ 22. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, കൊച്ചു കാൽക്കുലേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ വലുത് എത്ര ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ 448 എന്ന് വരും. 448. ഇത് പ്രയാസമുണ്ടോ? ഇതൊരു പ്രയാസമല്ല. കാർ 1 ഉണ്ട്, കാർ 2 ഉണ്ട്. രണ്ടും അപ്രോച്ച് ചെയ്യുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ വരുന്നു. അപ്പോൾ എങ്ങനെ ആ വെലോസിറ്റികൾ അതിനനുസരിച്ച് വരയ്ക്കുക. ഇപ്പോൾ പോസിറ്റീവ് ഏത് നെഗറ്റീവ് എന്ന് കിട്ടും. എന്നിട്ട് അപ്പാരൻ്റ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ? ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് എന്നാണ്. നല്ല എളുപ്പമല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. വേവ്സ് പ്രയാസമാണോ? ഇനി പറയൂ. നല്ല എളുപ്പമല്ലേ? അപ്പോൾ ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. റിപ്പീറ്റ് ചെയ്ത് 1-2 പ്രാവശ്യം പ്രയാസമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.